ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലരും പറയാറുണ്ട്, പുരുഷന്മാർ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളുകളാണ്, ഇല്ലെങ്കിൽ അവരങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല എന്നുള്ളത്. അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ അവർ വലിയ രീതിയിൽ അവരുടെ ഇഷ്ടം കാണിക്കാറില്ല. പക്ഷേ അവർ സ്നേഹിക്കുന്ന ആ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയോട് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ അവർ ഐ ലവ് യു എന്നൊന്നും പറയണം എന്നില്ല, അങ്ങനെ പറയുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. ആ മാറ്റങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള പുരുഷന്മാരിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവർ ഇമോഷണലി നിങ്ങളുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്ന രീതിയിലേക്ക് വരെ അവർ മാറിയിട്ടുണ്ടായിരിക്കാം. അത്രയധികം മാനസികപരമായി നിങ്ങളുമായി അവർ അടുത്ത് കഴിഞ്ഞു എന്നുള്ളത്. സോ എന്തൊക്കെയായിരിക്കും ആ മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൺസിസ്റ്റൻസി കാണിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രം പെട്ടെന്നൊക്കെ ഇങ്ങനെ കഴിച്ചോ, കിടന്നോ, അല്ലെങ്കിൽ സുഖാണോ ഇങ്ങനെ ചോദിക്കുന്നതല്ല ഇവർ ചെയ്യുന്നത്. ഇവരിൽ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. അതായത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുക, നീ ഓക്കെ അല്ലേ, നീ കഴിച്ചോ, അല്ലെങ്കിൽ നീ എത്തിയോ, ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചോദിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഓർത്ത് വെച്ച് ചോദിക്കും. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇവരിടയ്ക്കിടയ്ക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരെങ്ങനെ ചോദിക്കുന്നത് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ അത്രയും അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എത്ര തിരക്കിൻ്റെ ഇടയിലും നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നത്. സോ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി അവരിൽ കാണുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ചോദിക്കുക എന്നുള്ളതല്ല, എപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളോട് അവരെങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഇമോഷണലി ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഹേർട്ട് ആവാൻ പാടില്ല, നിങ്ങൾക്കത് വിഷമമാവാൻ പാടില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, നിങ്ങൾ സേഫ് ആയിരിക്കണം, ഇങ്ങനൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് കെയർ കാണിക്കും എന്നുള്ളതാണ്. പക്ഷേ ഓവർ പോസസീവ്നെസ് ആണോ എന്നുള്ളത് നോക്കണം. അതായത് ഹെൽത്തി ആയിട്ടുള്ള കെയറും അൺഹെൽത്തി ആയിട്ടുള്ള കെയറും ഡിഫറെൻ്റ് ആണ്. സോ ഹെൽത്തി ആയിട്ടുള്ള കെയർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളെക്കുറിച്ച് ചെറിയ ചെറിയ അന്വേഷണങ്ങളോ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതും അതിനുവേണ്ടി മാക്സിമം അവർ പരിശ്രമിക്കുന്നതും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നതും വിഷമം കുറയ്ക്കാൻ നോക്കുന്നതും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള കെയർ ആണ്. നേരെ മറിച്ച് ഓവർ പോസസീവ്നെസ് ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി അല്ല. അവിടെ കൺട്രോൾ വരും, ദെൻ പിന്നീട് അങ്ങോട്ട് ടോക്സിക് ഒക്കെ ആയിട്ട് മാറും. പക്ഷേ എങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളെ വിഷമിപ്പിക്കരുത്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സേഫ് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ഷനാണ്. സോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ മാത്രമായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് വൾണറബിൾ ആവാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അതായത് നോർമലി പുരുഷന്മാർ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരല്ല. അവരുടെ ഇപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ പോലും അവരത് ആരോടും പറയില്ല. ആരോടും പറയാതെ ഉള്ളിൽ വെക്കണം എന്നുള്ളതാണ് അവർ വിചാരിക്കുക, ആരും അറിയരുത്, അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇവരവരുടെ പേടികൾ, ഇൻസെക്യൂരിറ്റീസ്, അതേപോലെ തന്നെ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ അവർ ഒരാളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണോട് മാത്രമായിരിക്കും. അവർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നിങ്ങളടുത്ത് മാത്രമാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പുരുഷന്മാർ അങ്ങനെ ആരോടും തന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല എന്നുള്ളത്. അതായത് അവർക്കിപ്പോൾ ഒരു പേടി ഉണ്ടെങ്കിൽ പോലും, നമുക്കിപ്പോൾ ഒരു പാമ്പിന് പേടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗേൾസ് പലരോടും പറയും, ലേഡീസ് പലരോടും നമുക്ക് പേടിയുണ്ടെന്നുള്ളത് പറയും, കാരണം നമുക്കത് പ്രശ്നമല്ല. പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല, അവരുടെ പേടികളും കാര്യങ്ങളൊന്നും ആരോടും പറയാറില്ല. അത് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നതാണ്, അയ്യോ ഞാൻ അങ്ങനെ എനിക്ക് എന്തെങ്കിലും പേടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാഡ് ഇമേജ് കൊണ്ടുവരും എന്നുള്ളൊരു സംഭവം പലരുടെയും മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അവരങ്ങനെ പറയാറില്ല. സ്പെഷ്യലി അവർ സ്നേഹിക്കുന്ന ആളോട് പറയാറില്ല. പക്ഷേ അവരത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവർ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി എന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ഈ ഒരു കാര്യം അവർ പറഞ്ഞിരിക്കും. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരെക്കുറിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മോൾ സ്റ്റോറീസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പോലും അവർ ഓർത്ത് വെക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തലവേദനയൊക്കെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലവേദന വരുന്ന സമയം എപ്പോഴൊക്കെയാണ്? അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് വെക്കുന്നുണ്ടായിരിക്കും. ഇത് ഏറ്റവും നല്ല സൈൻ തന്നെയാണ്. കാരണം നമ്മൾ ഒരാളെ കുറിച്ച് അങ്ങനെ ഓർത്ത് വെക്കുന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമുക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് വലിയ രീതിയിൽ ചിന്തിക്കാറില്ല, അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ മൈൻഡ് ആക്കാറില്ല. കാരണം അവരുടെ ഇഷ്ടങ്ങളല്ലേ, കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു സംഭവം വരാം. പക്ഷെ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മുടെ പാർട്ട്ണർ, ഓഫ്കോഴ്സ് നമ്മുടെ പാർട്ട്ണറുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത്രയും നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കും എന്നുള്ളതാണ്. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന പരിഗണനയും നമ്മുടെ ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ ഇത് ആ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഓർത്ത് വെച്ച് ഓരോ ഡീറ്റെയിൽസും ഓർത്ത് വെച്ച് നിങ്ങളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനാണ്. അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ മറ്റൊരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സൈലൻസിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് എപ്പോഴൊക്കെയാണെന്നുള്ളത് അറിയോ? അവരൊത്തിരി സ്നേഹിക്കുന്ന ആ ഒരാൾ അവരുടെ അടുത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ, അവരോട് ഡിസ്റെസ്പെക്റ്റോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇപ്പോൾ ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ ഡിസ്റ്റൻസ് എടുക്കുക, അങ്ങനെ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ സൈലന്റ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, പുരുഷന്മാര് പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലരെ ഉണ്ടാക്കുന്നവരുണ്ട്. അതായത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരാണ്. ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകുന്ന ആളുകളല്ല മിക്ക പുരുഷന്മാർ. പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എന്തൊന്നാലും നേരിടാം, അങ്ങനൊരു സംഭവമാണ്. പക്ഷേ ഇവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ മുമ്പിൽ മാത്രമായിരിക്കും എന്നുള്ളത് അറിയോ? അവരത്രയും ഇഷ്ടപ്പെടുന്ന ആളുടെ മുമ്പിൽ മാത്രമാണ് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, ഒരു വിഷമം വന്നു കഴിയുമ്പോൾ സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കുള്ളൂ. അവർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, സൈലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ആള് ഭയങ്കര സൈലന്റ് ആണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ തീയായിരിക്കും. അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഭയങ്കര വിഷമവും ടെൻഷനും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങളൊരു ഗ്യാപ്പ് ഇടുമ്പോൾ, ഇഷ്ടമില്ലാത്ത പോലെ അവർ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടക്കൂടുതലാണ്. അതേപോലെ ക്ഷമയുമാണ്. പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ക്ഷമ കാണിക്കുന്നത് അവർ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണിന്റെ മുമ്പിൽ മാത്രമാണ്. അങ്ങനെ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവതിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ അവർ ഈഗോ വല്ലാണ്ട് കാണിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരൊന്ന് സോറി പറയും. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ മൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് അവരും ചേഞ്ച് ആവുന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പോയിന്റ്സിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ തന്നെ മതി ഇമോഷണലി അവർ നിങ്ങൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അവർ നിങ്ങളിൽ അഡിക്റ്റ് ആണ് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള എല്ലാ പോയിന്റ്സും എല്ലാവരിലും ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ 1-2 കണ്ടില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ ആൾക്കാർ ഇഷ്ടമല്ല, അപ്പോൾ വലിയ താല്പര്യമില്ല എന്ന് കരുതി നമ്മൾ നെഗറ്റീവ് അടിക്കണ്ട. പ്രത്യേകിച്ച് സ്ത്രീകളാണ്, നമുക്ക് ഓവർ തിങ്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, ചിന്തിക്കരുത്. ഇതിലെല്ലാം എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് കുറച്ച് വ്യത്യസ്തമായിരിക്കാം. എന്നാലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം, ഉറപ്പിക്കാം അവർ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കഴിവാണ്. അപ്പോൾ അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മറക്കാതിരിക്കുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്